നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ ലഹരിവേട്ട. 82 ഗ്രാം മെത്തഫെറ്റമിനുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ. ലഹരി വസ്തു പിടികൂടിയത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടി. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. മെമുവിന് വാടനംകുറിശ്ശിയിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. വന്ദേഭാരത് എക്സ്പ്രസിനു നേരെ വീണ്ടും കല്ലേറ്. വിൻഡോ ഗ്ലാസ് തകർന്നു. സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. മാള കൊടിഞ്ഞാമാക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ക്വിറ്റ് ഇന്ത്യ വാർഷികം. സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ കർഷക ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. വാണിയംകുളത്ത് നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83ാം വാർഷികം അവകാശ ദിനമായി ആചരിച്ചത് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. കവളപ്പാറ ഐക്കോൺസിനെ തകർച്ചയിൽ നിന്നു കരകയറ്റാൻ സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്ന് BJP. സ്ഥാപനത്തിൽ ശമ്പള പരിഷ്കരണം അനിവാര്യം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥാപനം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയാരോപിച്ച് ഒരു വിഭാഗം കർഷകർ ചിങ്ങം 1 കരിദിനം ആചരിക്കും. കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് പിന്തുണയുമായി ദേശീയ കർഷക സംരക്ഷണ സമിതി. നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുമേൽ പഴിചാരി കേരള സർക്കാർ കർഷകരെ കബളിപ്പിക്കുകയാണെന്ന് സമിതി നേതാക്കൾ. കുരുക്കഴിയാതെ വാണിയംകുളം. ചന്തദിനമായ വ്യാഴാഴ്ച വാണിയംകുളം ടൗണിൽ രാവിലെ അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. കുരുക്കഴിക്കാൻ പോലീസിന്റെ പെടാപ്പാട്. നഗരത്തിൽ റോഡ് വികസനം പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അനിവാര്യമെന്ന് നിരീക്ഷണം. വാർത്തകൾ വിശദമായി. വാളയാറിൽ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ 82.8 ഗ്രാം മെത്തഫെറ്റമിനുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ പിടിയിലായി. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 82.8 ഗ്രാം മെത്തഫെറ്റാമിൻ പിടികൂടിയത്. സംഭവത്തിൽ എറണാകുളം സ്വദേശികളായ 24 വയസ്സുള്ള MV വിനീത് കുമാർ, 29 വയസ്സുള്ള VS സനൂജ് എന്നിവരെ 1ഉം 2ഉം പ്രതികളായി അറസ്റ്റ് ചെയ്തു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ N സന്തോഷും ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A വിപിൻദാസും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RS സുരേഷ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ V സുജീഷ്, K പ്രമോദ്, MK പ്രേംകുമാർ, വിനീഷ്, ലൂക്കോസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. 20 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കവളപ്പാറ ഐക്കോൺസ് സ്ഥാപനത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. ഇപ്പോഴുള്ള ജോലിക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്കോൺസ് സന്ദർശിച്ച ശേഷം STVയോട് സംസാരിക്കുകയായിരുന്നു P വേണുഗോപാൽ. സംസ്ഥാനത്തെ 2 ഐക്കോൺസ് സ്ഥാപനങ്ങൾ ഉള്ളതിൽ ഒന്നാണ് കവളപ്പാറയിലേത്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണാധികാര സ്ഥാപനമാണിത്. ആരോഗ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. എന്നാൽ ഇവിടെ ആകെ ഒരു തവണ മാത്രമേ അവർ സന്ദർശിച്ചിട്ടുള്ളൂ. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ മുൻപേ കിടത്തി ചികിത്സിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കിടത്തി ചികിത്സ ഇല്ല. 2 ന്യൂറോ സർജന്മാർ സ്ഥിരം വേണ്ട സ്ഥലത്ത് ഒരാൾ മാസത്തിൽ 15 ദിവസം മാത്രമേ വരുന്നുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ സേവനം കൊടുക്കേണ്ട ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അതേപോലെ ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ്. ഒരു കാലത്ത് ഇതിൽ കിടത്തി ചികിത്സ അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്നത് കിടത്തി ചികിത്സ അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ വേണ്ടത്ര സ്റ്റാഫുകളില്ല. ന്യൂറോ തന്നെ പരിപൂർണമായിട്ട് ഇരിക്കുന്നത് ഒരാളെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണ ചാർജുള്ള ആൾ പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയാതെ പകുതി ദിവസം, മാസത്തിൽ പകുതി ദിവസം മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത്. എനിക്ക് ഏകദേശം 7 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലം, കുറേ ബിൽഡിങ്ങുകൾ, ഇത് റൂമുകൾ പലതും, ഓഫീസുകളിൻ്റെ പല റൂമുകളും പൂട്ടിക്കിടക്കുകയാണ്. അതിനർത്ഥം ഇവിടെ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടത്താൻ സ്റ്റാഫില്ല എന്നുള്ളത് തന്നെയാണ്. ഉള്ള സ്റ്റാഫിന് വേണ്ട രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയെ കാണിക്കും. എല്ലാ ആരോഗ്യമന്ത്രിമാരും ആദ്യം ആരോഗ്യമന്ത്രിയായാൽ ആദ്യം ഇവിടെ സന്ദർശിക്കാം. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ
എത്രയോ ആളുകൾക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് സംരക്ഷണം കിട്ടേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം ഉണ്ടാക്കി കിട്ടേണ്ട ഈ സ്ഥാപനം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നശിച്ചു കിടക്കുന്ന സ്ഥിതിവിശേഷം. സ്ഥിരം ഉദ്യോഗസ്ഥരുടെ എണ്ണം 60-ൽ ഇപ്പോൾ 10-ൽ താഴെ മാത്രമാണ്. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് എംപ്ലോയ്മെന്റ് വഴിയല്ലെന്നും പിൻവാതിൽ നിയമനമാണെന്നും BJP ആരോപിച്ചു. തകർച്ചയിലുള്ള ഐക്കോൺ സ്ഥാപനത്തെ രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നിലവിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്കോൺസ് പബ്ലിക് റിലേഷൻ ഓഫീസർ ശശിധരനുമായി P. വേണുഗോപാൽ സംസാരിച്ചു. വാഹനങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ഉപകരണങ്ങളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. PSC വഴി സ്ഥിര നിയമനങ്ങൾ നടത്തണമെന്നും ഇപ്പോഴുള്ള ജോലിക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തണമെന്നും P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. P. വേണുഗോപാലിനൊപ്പം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് EP. നന്ദകുമാർ, സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി ഗോപകുമാർ, സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് ചിങ്ങം 1 കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ പിന്തുണ. കേന്ദ്ര വിഹിതം ലഭിക്കാത്തതുകൊണ്ടാണ് നെല്ല് സംഭരണ വില നൽകാത്തതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കപടമാണെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കർഷക ക്ഷേമം ഉറപ്പുവരുത്തുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളും ന്യായങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. യഥാസമയം കണക്ക് നൽകാതെ കോടികൾ കേന്ദ്രത്തിൽ നിന്ന് കേരളം കൈപ്പറ്റിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളം കേന്ദ്രത്തിന് പണം നൽകേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ മാർച്ചിൽ നെല്ലളന്ന കർഷകർക്ക് പോലും വില ലഭിച്ചിട്ടില്ല. 500 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നൽകാനുള്ളത്. സംസ്ഥാന വിഹിതം വിള ഇറക്കുമ്പോൾ നൽകണമെന്നതുൾപ്പെടെ കർഷകർക്ക് അനുകൂല റിപ്പോർട്ട് എഴുതിയ ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് കർഷക വഞ്ചനയാണ്. കേര പദ്ധതിക്കായി ലോകബാങ്ക് കേന്ദ്ര സർക്കാർ വഴി കേരളത്തിന് നൽകിയ കോടികൾ വകമാറ്റി. ഇതേ സ്ഥിതിയാണ് നെൽകർഷകരോടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചനാപരമായ പ്രസ്താവനകളാണ് ഇടതു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഇത് വിലപ്പോകില്ലെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. 500 കോടി ടു 1600 കോടി രൂപ നെല്ലാണ് കേരളത്തിലുള്ളത്. രണ്ടാം വിളയ്ക്ക് ആലപ്പുഴ, കോട്ടയം ഭാഗത്തും തൃശ്ശൂർ ഭാഗത്തുള്ള പുഞ്ച, അതാണ് രണ്ടാം വിളയുടെ ചേർന്ന് കൊടുക്കുന്നത്. 1500 കോടി ടു 1600 കോടി രൂപ വരെ. ഇപ്പോഴത്തെ വില കിട്ടാത്തതിന്റെ കാരണം ഇവിടെ മറ്റുള്ള ആൾക്കാർ പറയും, മാർച്ച് മാസം നെല്ലാണെന്ന ആൾക്കാർക്ക് ഇന്നേ വരെ പൈസ കിട്ടിയിട്ടില്ല. അതിലൊരു ഏരിയയാണ് ഇദ്ദേഹം. അത് തൃത്താല, പട്ടാമ്പി ഭാഗത്തുള്ള ഒരുപാട് കർഷകർക്ക് അത് PRS എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് നെല്ല് കിട്ടിയിട്ടില്ല പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളിൽ. അപ്പോൾ പിന്നെ ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ 2022 സ്റ്റേറ്റ് ഗവൺമെന്റ് നെല്ല് സംഭരണത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, നെല്ല് അളന്നു കഴിഞ്ഞാൽ എത്രയും വേഗം നെല്ലിന്റെ പൈസ കൊടുക്കണമെന്ന്, വിഹിതം കൊടുക്കണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് 4 മന്ത്രിമാർ കൂടി അവലോകനം ചെയ്തുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇത് വച്ചിട്ടുണ്ട് പാസ്സാക്കാൻ. അദ്ദേഹം ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. അത് കണ്ട് അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ പറയുന്നത് പോലെ കർഷകന് നെല്ലിന്റെ വില കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് വരും. അത് എന്തോ പേടിച്ചിട്ട് അദ്ദേഹം അത് ഒപ്പിടാതാണ് വെച്ചിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ, അഡ്വക്കേറ്റ് ശിവശങ്കരൻ, KK റിജു, CR രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ യാത്രാ ദുരിതത്തിന് ആശ്വാസം പകരാൻ എറണാകുളം ഷൊർണൂർ മെമു ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടി. റൂട്ടിലെ യാത്രക്കാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിനാണ് ആശ്വാസമായത്. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂർ വരെ നീട്ടി റെയിൽവേ ബോർഡ് ഉത്തരവിറക്കി.
ട്രെയിൻ നീട്ടിയെന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ പ്രഖ്യാപനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. നിലമ്പൂർക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് റെയിൽവേ അംഗീകരിച്ചത്. റെയിൽവേ ബോർഡ് നിർദ്ദേശമനുസരിച്ച് 66-325, 66-326 മെമുവിന് നിലമ്പൂർ റോഡ്, വാണിയമ്പലം, മേലാറ്റൂർ, പട്ടിക്കാട്, അങ്ങാടിപ്പുറം, ചെറുകര, കുലുക്കലൂർ, വല്ലപ്പുഴ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നിലവിൽ വൈകിട്ട് 5:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മെമു 8:40 ഷൊർണൂരിൽ എത്തുന്നത്. 4 മാസം മുൻപാണ് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടിയിട്ടും വീണ്ടും വാടനംകുറിശി റെയിൽവേ സ്റ്റേഷനെ അവഗണിച്ചതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. മെമുവിനെ വാടനംകുറിശിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് വാടനംകുറിശി മണ്ഡലം കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് MP-ക്ക് നിവേദനം നൽകിയതായി മണ്ഡലം പ്രസിഡന്റ് പി. രൂപേഷ് പറഞ്ഞു. എറണാകുളം ഷൊർണൂർ മെമു ട്രെയിനിന് വാടനംകുറിശിയിൽ വീണ്ടും സ്റ്റോപ്പ് അനുവദിക്കാത്ത റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധത്തിലാണ് വാടനംകുറിശി മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ. വാരണാസിയിൽ സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ നിരവധി യാത്രക്കാർക്ക് ഗുണകരമാകും. സ്റ്റോപ്പ് അനുവദിക്കാതെ വാരണാസി റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണന അനുവദിക്കില്ല. മെമുവിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഇടപെടാൻ പാലക്കാട് MP VK ശ്രീകണ്ഠന് നിവേദനം നൽകിയതായി വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി. രൂപേഷ് പറഞ്ഞു. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP മറുപടി അറിയിച്ചതായും പി. രൂപേഷ് അറിയിച്ചു. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ഇപ്രാവശ്യവും റെയിൽവേ വാടനാംകുശി റെയിൽവേ സ്റ്റേഷനെ അവഗണിച്ചിരിക്കുകയാണ്. കാരണം വാടനാംകുശി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ ഇറങ്ങി നിരവധി യാത്രക്കാർ ബസ് മാർഗം പട്ടാമ്പി, തൃത്താല, കുന്നംകുളം ഭാഗത്തേക്ക് നിത്യേന യാത്ര ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും മറ്റു സാധാരണക്കാരായ ഒരുപാട് തൊഴിലാളികളുണ്ട്. ഈ മെമു സർവീസിന് വാടനാംകുശിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ശക്തമായി വാടനാംകുശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നിലമ്പൂർ രാജറാണി എക്സ്പ്രസ്സിനും വാടനാംകുശിയിൽ സ്റ്റോപ്പ് അനുവദിക്കണം. നിലവിൽ കൃത്യമായി സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠന് ഇന്ന് തന്നെ വാടനാംകുശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട്. നിലമ്പൂർ രാജധാനി എക്സ്പ്രസ്സിനും വാടനാംകുശിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും പി. രൂപേഷ്, ഷാഫി കാരക്കാട്, ഹാരിസ്, വരദരാജൻ, നിസാർ, റസാക്ക്, അനസ്, അർജുൻ എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വന്ദേ ഭാരത് എക്സ്പ്രസിനു നേരെ കല്ലേറുണ്ടായ സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കോഴിക്കോട് പിന്നിട്ടപ്പോഴാണ് വന്ദേ ഭാരതിനു നേരെ കല്ലേറുണ്ടായത്. ട്രെയിനിന്റെ വിൻഡോ ഗ്ലാസ് തകർന്നു. ഗ്ലാസിനോട് ചേർന്ന സീറ്റിൽ ആരുമുണ്ടായിരുന്നില്ല. ഷൊർണൂർ RPF ട്രെയിനിൽ കയറി പരിശോധന നടത്തിയ ശേഷം കേസെടുത്തു. മാള കൊടിഞ്ഞാമാക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള KSRTC ബസ്സിലാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നത്. ബസ്സിൻ്റെ ഡോർ സ്റ്റക്കാവുകയും പിന്നാലെ ഷോർട്ട് സർക്യൂട്ടുണ്ടായി പുക ഉയരുകയുമായിരുന്നു. ഇതോടൊപ്പം പുറത്തിറങ്ങാൻ കഴിയാത്ത യാത്രക്കാർ ബസ്സിൽ നിന്ന് ജനൽ വഴി എടുത്തുചാടി. പലർക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തീയണച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കി. മാളയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് പുക ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചന്തദിനമായ വ്യാഴാഴ്ച വാണിയംകുളം ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ടൗണിലെ കുരുക്കഴിക്കാൻ പോലീസ് വലിയ ശ്രമം നടത്തേണ്ട അവസ്ഥയാണ് ഓരോ ആഴ്ചയിലും. പഞ്ചായത്ത് ഓഫീസ് മുതൽ അജബ മഠം വരെ നീളുന്ന ഗതാഗത കുരുക്കാണ് രാവിലെ ദൃശ്യമായത്. വാണിയംകുളം നഗരത്തിൽ വ്യാഴാഴ്ച ദിവസത്തെ പതിവ് കാഴ്ചയാണിത്. ഇന്ന് യൂണിയൻ ഷെഡിനോട് ചേർന്ന് ഒരു കാറിൽ നിന്ന് വലിയ തോതിൽ പുക ഉയർന്നത് അല്പനേരത്തേക്ക് ഗതാഗതക്കുരുക്കിൽപ്പെട്ട വാഹനയാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി. സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ്. പോലീസുകാർക്ക് പുറമെ ചുമട്ടുതൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും രംഗത്തിറങ്ങിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഇടപെടാറുള്ളത്. രാവിലെ സ്കൂൾ സമയത്ത് സ്കൂൾ ബസ്സുകളും കുരുക്കിൽപ്പെടാറുണ്ട്. വാണിയംകുളം വല്ലപ്പുഴ റോഡ് കവല മുതൽ കോതക്കുറിശി റോഡ് കവല വരെയാണ് തിരക്ക് കൂടാറുള്ളത്. ഈ ജംഗ്ഷനുകൾക്ക് പുറമെ ഇതിനിടയിലുള്ള ചെറുകാട്ടുപുലം റോഡ് ജംഗ്ഷനിലും വാഹനങ്ങൾ നിയന്ത്രിക്കാനായി പോലീസ് നിൽക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ടും കുരുക്കഴിയാറില്ല. ചന്തയിലേക്ക് കാലികളുമായി വരുന്ന വാഹനങ്ങൾ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ അജബാമഠം മുതൽ മനിശ്ശേരി വരെയുള്ള പാതയോരത്താണ് നിർത്തിയിടാറുള്ളത്. ടൗണിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു ഓട്ടം പോകണമെങ്കിൽ പെടാപ്പാട് പെടണം. സീബ്ര ലൈനിലൂടെ ഉൾപ്പെടെ റോഡ് മുറിച്ചു കിടക്കുന്നവർക്കും വലിയ പ്രയാസം തന്നെ. ടൗണിലെ നവീകരണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടും
ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വാണിയംകുളത്ത്. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ഇതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. രാവിലെ 10 മണിയോടെയാണ് ചെറിയ മഴയ്ക്കൊപ്പം പ്രദേശത്ത് കാറ്റ് ആഞ്ഞുവീശിയത്. ശക്തമായ കാറ്റിൽ മെയിൻ റോഡിൽ നിന്ന് പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് പോസ്റ്റ് പൊട്ടി വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മറ്റ് മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായി. ചൊവ്വനൂർ പന്തലൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83ാം വാർഷികത്തോടനുബന്ധിച്ച് സംയുക്ത കർഷക ട്രേഡ് യൂണിയൻ സമിതി വാണിയംകുളത്ത് അവകാശ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും കോലം കത്തിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനാചരണം നടത്തിയത്. ദിനാചരണത്തോടനുബന്ധിച്ച് വാണിയംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോലം കത്തിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രംപിൻ്റെയും മോദിയുടെയും കോലം കത്തിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം ഏരിയ പ്രദേശത്ത് ഇന്ന് വാണിയംകുളത്ത് വെച്ച് ഈ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് മുമ്പേ സംസാരിച്ച സ്വാഗത പ്രാസംഗികൻ ഇതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 11 വർഷക്കാലമായി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കാർഷിക മേഖലയും പൊതുമേഖലകളും എല്ലാ മേഖലകളും കോർപ്പറേറ്റ്വൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്രപ്രസാദ്, ഏരിയ സെക്രട്ടറി P. ബാബു, KSKTU ഏരിയ സെക്രട്ടറി M. സുരേന്ദ്രൻ, T. മുരളീധരൻ, KP. പ്രേംകുമാർ, P. രാമൻകുട്ടി, P. സ്മിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർഷകരെ കടക്കാരാക്കിയ ബാങ്ക് നടപടിക്കെതിരെ ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി. സർക്കാർ നെല്ലിന്റെ വില നൽകിയില്ലെന്നു ചൂണ്ടിക്കാട്ടി വായ്പാ കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് SBIയിൽ നിന്ന് കർഷകർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ നെല്ലുവില മുഴുവൻ കർഷകർക്കും ഇനിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ വർഷം വിറ്റ നെല്ലിന്റെ പേരിൽ കർഷകരെ ബാങ്കുകൾ കടക്കാരാക്കിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ബാങ്കുകൾക്കെതിരെ കൃഷിവകുപ്പ് മന്ത്രിക്കും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയത്. നിരവധി സമരങ്ങളെ തുടർന്നാണ് നെല്ലിന്റെ വില നൽകാൻ തന്നെ നടപടിയായത്. കർഷകർക്ക് നെല്ലിന്റെ വില നൽകാൻ സർക്കാർ ഉത്തരവ് വന്നപ്പോൾ കനറ ബാങ്കിൽ തുക വിതരണം ആരംഭിച്ചിട്ടും സാങ്കേതികത്വം പറഞ്ഞ് ഷൊർണൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിതരണം ആരംഭിച്ചിരുന്നില്ല. സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ നേരിട്ടിടപെട്ടാണ് വിതരണം തന്നെ ആരംഭിച്ചത്. നെല്ലെടുത്ത് 24 മണിക്കൂറിൽ പണം കർഷകന് നൽകുമെന്ന് സപ്ലൈകോ നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. 24 മാസം പിന്നിട്ടാലും പണം കിട്ടാത്ത സാഹചര്യമാണിപ്പോഴുള്ളതെന്ന് കർഷകർ ആക്ഷേപിച്ചു. കഴിഞ്ഞ വർഷം ലോണായി കിട്ടിയ നെല്ലുവിലയുടെ ലോൺ കുടിശ്ശിക തീർക്കാനായി ഷൊർണൂർ SBIയിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസമായി കർഷകർക്ക് SMS സന്ദേശവും ഫോൺ വിളിയുമുണ്ടായിരുന്നു. ബാങ്ക് അധികൃതരുമായി പാടശേഖര സമിതി ഭാരവാഹികൾ ബന്ധപ്പെട്ടപ്പോഴാണ് വായ്പാ കുടിശ്ശികയുടെ കാര്യം തന്നെ അറിയുന്നത്. കർഷകർക്ക് സർക്കാർ ഫണ്ട് കിട്ടാതെ PRS വെച്ച് ലോൺ ഒരു ബാങ്കിൽ നിന്നും മുൻകൂർ നൽകുന്നില്ല. സർക്കാർ നൽകിയ നെല്ലുവില ബാങ്കിന് കിട്ടിയില്ല എന്നു പറഞ്ഞാണ് കർഷകരെ ബാങ്കിൽ നിന്നിപ്പോൾ വിളിക്കുന്നത്. ഈ വർഷത്തെ നെല്ലുവില മുഴുവൻ കർഷകർക്കും ഇനിയും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ വർഷം വിറ്റ നെല്ലിൻ്റെ പേരിൽ കർഷകരെ
കടക്കാരാക്കിയ ബാങ്ക് നടപടികൾ നിർഭാഗ്യകരമാണെന്ന് കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി സി ബിജു എന്നിവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം 50ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും. സംഗീതത്തെയും ഭക്തിയെയും പ്രണയിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കുള്ള ആദരമാണ് സുവർണ ജൂബിലി ആഘോഷമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. 14 വയസ്സു മുതൽ ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിയ സംഗീതജ്ഞനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഭാഗവതരുടെ മരണത്തിന് ശേഷം സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിക്കും. ചെമ്പൈ സ്മരണാർത്ഥം പോസ്റ്റൽ വകുപ്പ് ഇറക്കിയ സ്റ്റാമ്പിന്റെയും തപാൽ കവറിന്റെയും പ്രകാശനം MP കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. ചെമ്പൈയെ അടുത്തറിയാൻ ഏറെ ഉപകരിക്കുന്ന ചെമ്പൈ സംഗീതവും ജീവിതവും പുസ്തകവും പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 6 കേന്ദ്രങ്ങളിലായാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത്. എല്ലായിടത്തും സംഗീതോത്സവം, പ്രഭാഷണം, സംഗീത സെമിനാർ എന്നിവ നടക്കും. സുവർണ ജൂബിലി ആഘോഷ വിജയത്തിനായി ചെമ്പൈയുടെ ശിഷ്യർ, സംഗീതപ്രേമികൾ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ വി.കെ. വിജയൻ പറഞ്ഞു. കോട്ടായി ഗ്രാമത്തിലാണ് ഇപ്പോൾ കോട്ടായി എന്നുള്ള ഇതിലല്ല അറിയപ്പെടുന്നത്, ചെമ്പൈ ഗ്രാമം എന്നുള്ള രീതിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഗ്രാമമാണ്. അവിടെ തന്നെയാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഉദ്ഘാടന സദസ്സ് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവരുകളാണ് ഉദ്ഘാടനം. അന്ന് അവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആ വേദിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ചെമ്പൈയുടെ പേരിൽ ഒരു സ്റ്റാമ്പും ഒരു കവറും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്നുണ്ട്. അതും വളരെ സവിശേഷമായിട്ടുള്ളൊരു ഒരു നടപടിയാണ്. കാരണം അത്രയും അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ തപാൽ വകുപ്പ് ആരുടെയെങ്കിലും പേരിൽ സ്റ്റാമ്പും കവറും ഇറക്കാറുള്ളൂ. അന്നത്തെ ദിവസം ആ സ്റ്റാമ്പും കവറും അവിടെ എന്തുണ്ടാവും. ഭരണസമിതി അംഗം OB അരുൺകുമാർ, അഡ്മിനിസ്ട്രേറ്റർ കീഴത്തൂർ മുരുകൻ, ജനറൽ കൺവീനർ ചെമ്പൈ സുരേഷ്, കൺവീനർ വിമൽ ജി നാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU സായാഹ്ന ധർണ നടത്തി. ടൗണിലെ ഒറ്റപ്പാലം അഡീഷണൽ പ്രൊജക്ട് ഓഫീസിന് സമീപമായിരുന്നു ധർണ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് OP ഡ്യൂട്ടി ആവശ്യമില്ല, പക്ഷേ അവർക്ക് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പോയിട്ട് ആശുപത്രിയിൽ നിന്ന് അവരെ സഹായിക്കാൻ ആശുപത്രിക്കാരെ ഡോക്ടർക്കും അവരുടെ ജീവനക്കാർക്കും സുഖമാണ്. അവർ പണിയൊന്നും എടുക്കണം. മാസം 40,000 60,000 ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ അവർക്ക് പണിയെടുക്കണം. ഏരിയ പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജി, ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. സെക്രട്ടറി യമുനാദേവി സ്വാഗതവും ട്രഷറർ സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി ഇളംകുളത്ത് വയോധികനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുളപ്പള്ളി ഇളംകുളം വീട്ടിൽ 60 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. വയോധികൻ നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇളംകുളത്ത് താമസിക്കുന്ന ജോമോൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മീൻ വളർത്തുന്ന കുളത്തിലാണ് വയോധികൻ വീണത്. കുളത്തിൻ്റെ മുകളിൽ ഇട്ടിരുന്ന വല പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു നോക്കിയപ്പോഴാണ് ജോമോൻ്റെ കുടുംബാംഗങ്ങൾ കുളത്തിൽ മൃതദേഹം കണ്ടത്. കുളത്തിനോട് ചേർന്ന ചെരുപ്പും ഒരു കവറിൽ വസ്ത്രങ്ങളും കുളത്തിൽ ഒരു മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. മദ്യലഹരിയിൽ കുളത്തിലിറങ്ങിയപ്പോൾ കുളത്തിൽ അകപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഉണ്ണികൃഷ്ണൻ തൊഴിലുറപ്പ് ജീവനക്കാരനാണ്. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പിന്നീട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമായി പ്രഭാതം കെയർ. പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള സാവിത്രി ടീച്ചർ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പ്രഭാതം കെയർ പദ്ധതി. ഷൊർണൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അർഹരായവരെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കും. ഒരാൾക്ക് 5000 രൂപ വീതം മാസം തോറും നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്ക് ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ പി മമ്മിക്കുട്ടി MLA നിർവഹിക്കും. മഴ പെയ്താൽ ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരം കുളമാകുന്ന അവസ്ഥയാണ്. റോഡിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാൽ ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വഴിയാത്രക്കാർ നനഞ്ഞു കുളിക്കുന്നത് പതിവ് കാഴ്ചയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിട്ടൊഴിയാതെ സൗമ്യയുടെ അമ്മ സുമതി. സൗമ്യയ്ക്ക് പിന്നാലെ മകൻ സന്തോഷും കൂടി മരണപ്പെട്ടതോടെ ജീവിതം ഏറെ ദുരിതത്തിലായെന്നും വീട് മാറാൻ പോലും ആലോചിക്കുന്നതായും സുമതി പറയുന്നു. സൗമ്യയുടെ മരണത്തിനു ശേഷം മകൻ സന്തോഷിന് റവന്യൂ വിഭാഗത്തിൽ ജോലി ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം ഒരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നും അമ്മ സുമതി പറയുന്നു. സൗമ്യയുടെ മരണം, വർഷങ്ങൾക്ക് ശേഷം മകൻ സന്തോഷിൻ്റെ മരണം, ഏക ആശയമായ രണ്ടുപേരും തന്നെ വിട്ടുപോയതോടെ ജീവിത പ്രയാസങ്ങൾ അലട്ടുകയാണ് സൗമ്യയുടെ അമ്മ സുമതിക്ക്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിട്ടൊഴിയാതെയായി, ശാരീരികമായി വയ്യാതെയായി, ജീവിതം കഴിച്ചുകൂടാൻ പുറത്തെ ജോലിക്ക് പോലും പോകാൻ കഴിയില്ലെന്നും വിഷമത്തോടെ സുമതി പറയുന്നു. സൗമ്യയുടെ മരണത്തിന് ശേഷം മകൻ സന്തോഷിന് റവന്യൂ വിഭാഗത്തിൽ ചെറിയ ജോലി ലഭിച്ചിരുന്നു. അവൻ മരണപ്പെട്ടിട്ട് 10 മാസമായി. അവൻ്റെ പേരിൽ ഒരു ആനുകൂല്യം പോലും ലഭിച്ചില്ലെന്നും സുമതി പറയുന്നു. നിലവിൽ എനിക്കിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ഇതെല്ലാതായി നമ്മളെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നമ്മളൊരാളോടും പറയാതിരുന്നപ്പോൾ ഓരോരുത്തർ അറിഞ്ഞു വന്നിട്ടാണ് നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ ചിലവരെല്ലാം നമുക്ക് എന്തെങ്കിലും ഇതാവുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കിയിട്ട് നമുക്കൊരു ഇവിടെ നിന്ന് മാറിപ്പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ശാരീരികമായിട്ട് ഇപ്പം നമുക്ക് ഇനി പണിക്കൊന്നും പോകാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പം ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഒക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ബുദ്ധിമുട്ട് അത്രയാണപ്പം. മകൻ്റെ ഭാര്യയ്ക്ക് ചെറിയ ജോലിയുണ്ട്. കോട്ടായിലാണ് താമസം. 11 വർഷമായി കാരക്കാട് വീട്ടിലാണ് തൻ്റെ താമസമെന്നും 2 മക്കളും വിട്ടുപോയതോടെ ജീവിതപ്രയാസങ്ങൾ കൂടുതലായതോടെ വീട് വിറ്റ് മാറാൻ പോലും ആലോചനയിലാണെന്നും സൗമ്യയുടെ അമ്മ സുമതി വിഷമത്തോടെ പങ്കുവയ്ക്കുന്നു. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഇടപെടൽ പരിഹാരവുമായി ഷൊർണൂർ നഗരസഭ. ആറാണി ഐക്കൺസ് ആശുപത്രി റോഡിൽ പനഞ്ചിക്കുന്നത്ത് പടിയിലെ കാരക്കാട് തോട്ട് പാലത്തിന് സമീപം ഇടിഞ്ഞു താഴ്ന്ന റോഡ് ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് നികത്തി ഗതാഗത യോഗ്യമാക്കി. റോഡ് ഇടിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, 10ാം വാർഡ് കൗൺസിലർ CK സൗമ്യ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. തുടർന്ന് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഷൊർണൂർ നഗരസഭാ ചെയർമാന് നിവേദനം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച നഗരസഭാ കണ്ടിജന്റ് ജീവനക്കാരെത്തി ക്ലബ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. കാരക്കാട് തത്തങ്കോട് കവളപ്പാറ ഐക്കൺസ് ഹോസ്പിറ്റൽ, ത്രാങ്ങാലി, കാരക്കാട്, ലക്ഷംവീട്, ചുടുവാലത്തൂർ എന്നിവിടങ്ങളിലെ 100 കണക്കിന് പൊതുജനങ്ങളും വാഹനയാത്രക്കാരും ആശ്രയിക്കുന്ന പാതയാണിത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ CDS മുട്ടക്കോഴികളും കൂടുകളും വിതരണം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിൻ്റെ 2024-2025 വർഷത്തെ അനിമൽ ഹസ്ബൻഡറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 400 മുട്ടക്കോഴികളെയും 20 കൂടുകളും വിതരണം ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള മുട്ട വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി വിൽപ്പന നടത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. 4 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൽ തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ബന്ധുക്കൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ലഭിക്കുമ്പോൾ അത് നമ്മുടെ സൗകര്യത്തിന്, അതായത് നമ്മുടെ നാടിനും നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് ഒരു കൂടും 20 മുട്ടക്കോഴികളും ആവശ്യമായ തീറ്റയും പ്രതിരോധ മരുന്നുമാണ് സബ്സിഡി നിരക്കിൽ നൽകിയത്. ചടങ്ങിൽ CDS ഉപസമിതി കൺവീനർ ജിഷ സ്വാഗതം പറഞ്ഞു.
CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, മെമ്പർ സെക്രട്ടറി മനോജ്, ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി ഷോജി എന്നിവർ സംസാരിച്ചു. CDS അക്കൗണ്ടന്റ് KP ദീപ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി VS അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം ലൈബ്രറി പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ഒരു നിർധനമായ ഒരു കുടുംബത്തിൽ ജനിച്ച് അതിൻ്റെ എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ആ കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെ തൻ്റെ കഷ്ടപ്പാട് നിവർത്തിക്കാനാവശ്യമായിട്ടുള്ള ഒരു തോലെടുക്കുക എന്ന നിലയ്ക്കല്ല ആ സഖാവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നു. സഖാവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ സങ്കടകരമായ ഒരു കുട്ടിക്കാലമാണ് സഖാവിൻ്റെ ഉണ്ടായത്. നമുക്കറിയാലോ, വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരണപ്പെടുകയും അമ്മ മരണപ്പെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വളരെ വിശദമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. അനുസ്മരണ ചടങ്ങിൽ ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷയായിരുന്നു. RG പിള്ള, VK രാമചന്ദ്രൻ, മനോജ്, ശ്രീജ ഹരിദാസ്, K സുരേഷ്, R മണി, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M റംല എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KC രാജൻ സ്വാഗതവും പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനത്തിൽ പത്തിലക്കറികളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാനാകാത്തതാണ്. പുതുതലമുറയ്ക്ക് ഇവയിൽ പലതും അന്യമാണ്. അവയെ പരിചയപ്പെടുത്താനും പോഷകമൂല്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുവാനുമായി പുള്ളിനെല്ലി GLP സ്കൂളിൽ പത്തില പ്രദർശനം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക സെലിൻ പോൾ ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക TP പ്രഭിത അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ P അജയ്, KS സുപ്രിയ, അംബിക, R ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. ഓണം വേളയിൽ സമ്മാന പദ്ധതിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ്. 5 പവനും 1001 സമ്മാനങ്ങളും പദ്ധതിയാണ് ഈ ഓണക്കാലത്ത് അവതരിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 25 വരെയാണ് സമ്മാന പദ്ധതിയുടെ കാലാവധിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. 5 പവനും 1001 സമ്മാനങ്ങളുമാണ് പദ്ധതി. ഇതിൽ 5 പവൻ എന്നത് ഒറ്റപ്പാലം യൂണിറ്റും 1001 സമ്മാനങ്ങൾ എന്നത് ഒറ്റപ്പാലത്ത് ഓരോ വ്യാപാരികളും ഒത്തുചേർന്ന് നൽകുന്ന പദ്ധതിയാണ്. കൂപ്പണുകൾ അതാത് സ്ഥാപനങ്ങളിലെ നറുക്കെടുപ്പിന് ശേഷം ഒന്നിച്ച് കളക്ട് ചെയ്ത് ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് 5 പവൻ സമ്മാനമായി നൽകും. കൂപ്പണുകൾ ഓഗസ്റ്റ് 15 മുതൽ ഒറ്റപ്പാലം വ്യാപാരി ഓഫീസിൽ നിന്നും ലഭിക്കും. വ്യാപാരികൾ കൂപ്പണുകൾ ഓരോ പർച്ചേസിനുമൊപ്പം കസ്റ്റമേഴ്സിന് നൽകും. സ്വാതന്ത്ര്യ ദിനാശംസകൾ നേടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ്. ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ഓണവും, ഓണം, വിഷു, പെരുന്നാൾ ഏതോ ആവട്ടെ, വ്യാപാരികൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് എപ്പോഴും കച്ചവടത്തിന് തയ്യാറാണ്. ഇപ്പോഴും ഇപ്രാവശ്യവും ഓണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കായിട്ട് ഓണത്തിന് 5 പവൻ സമ്മാന പദ്ധതിയുമായിട്ടാണ് ഇപ്രാവശ്യം ഓണത്തിന് വ്യാപാര രംഗത്തെത്തുന്നത്. വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വ്യാപാരികൾ ഈ ഓണത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഓണവിപണി വളരെയധികം ശോചനീയ അവസ്ഥയിലാണ്, സൂക്ഷിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വിപണികളായും. അതിൽ നിന്നൊരു മാറ്റം വരുത്താനും ഒറ്റപ്പാലത്ത് കച്ചവടത്തെ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് ഏകോപന സമിതി ഇത്തരം ഒരു സമ്മാന പദ്ധതിയുമായിട്ട് ഈ വർഷം 2025 പൊന്നോണം വരവേൽക്കുന്നത്. ഈ പൊന്നോണം ഒറ്റപ്പാലം നൽകുന്ന പൊന്നിനൊപ്പം എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ടാണ് 5 പവൻ, അതായത് ഒന്നാം സമ്മാനമായി 5 പവനും അതോടൊപ്പം തന്നെ 1001 സമ്മാനങ്ങളോട് കൂടിയിട്ട് ഒറ്റപ്പാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ പദ്ധതിയുമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PP അബ്ദുൾ ലത്തീഫ്, ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം, ട്രഷറർ KT സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് MV മുജീബ്, യൂത്ത് വിംഗ് ഭാരവാഹി AP സുൽഫീഖർ, വനിതാ വിംഗ് ഭാരവാഹി E പ്രീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പനി ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതയായി. ചേലക്കര തോന്നൂർക്കര കൃപാനഗറിൽ താമസിക്കുന്ന വാസുദേവന്റെ മകൾ 17 വയസ്സുള്ള രുദ്രയാണ് വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ചേലക്കര SMT സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് രുദ്ര. മാറ്റുലി AI കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ നമ്മുടെ രാജ്യത്തിനാകുന്നില്ല എന്നത് പരിതാപകരമാണ്. കുറ്റമറ്റ രീതിയിൽ ആധാർ കാർഡ് ലഭ്യമാക്കി ആധാറും വോട്ടർ പട്ടികയും തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. ഇക്കാര്യം സർക്കാരിന് കഴിയാത്തതോ അതോ വേണ്ടെന്ന് വെക്കുന്നതോ? മാറ്റുലിയിലേക്ക്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഈ ഇലക്ഷനിൽ ജയിച്ച ആൾക്കാരുമായിട്ട് വോട്ടർ പട്ടിക കള്ള വോട്ട് ചെയ്തു അങ്ങനെ എന്നുള്ളതിൽ എപ്പോഴും കോടതി കേസായിട്ട് കാണാറുണ്ട്. ജയിച്ച ആളിനെതിരെ അടുത്ത ആൾ തോറ്റ ആൾ കേസ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടി നമ്മൾ എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴും കാണാറുണ്ട്. പിന്നെ വോട്ടർ പട്ടികയും ആധാറും കൂടി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ ജനങ്ങൾക്കൊരു വിശ്വാസതയും ഇതൊക്കെ വരാൻ അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായി. വോട്ടേഴ്സ് ID ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം ശരി യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. കാരണം എവിടെയും ഇപ്പോൾ ആധാർ ലിങ്ക്ഡ് പേയ്മെൻറ്റുകളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതിലെ അപാകതകൾ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സൗകര്യങ്ങളുള്ളത് വോട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൂടാ? അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും അതിന് മുകളിലാണെങ്കിലും നമുക്ക് ഒരാളുടെ ഒരു യൂണിക് ID ക്രിയേഷൻ വരികയാണെങ്കിൽ ആ യൂണിക് ID വെച്ച് ഇവർ മറ്റേതെങ്കിലും സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയാവുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ID ഏതെങ്കിലും ഒരു യൂണിക് ID അല്ലെങ്കിൽ ആധാർ കാർഡ് എന്തെങ്കിലും ഒരു യൂണിക് ID ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ ലഹരിവേട്ട. 82 ഗ്രാം മെത്തഫെറ്റമിനുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ. ലഹരി വസ്തു പിടികൂടിയത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടി. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. മെമുവിനെ വാടനംകുറിശ്ശിയിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. വന്ദേഭാരത് എക്സ്പ്രസിനു നേരെ വീണ്ടും കല്ലേറ്. വിൻഡോ ഗ്ലാസ് തകർന്നു. സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. മാള കൊടിഞ്ഞാമാക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ക്വിറ്റ് ഇന്ത്യ വാർഷികം. സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ കർഷക ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. വാണിയംകുളത്ത് നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83ാം വാർഷികം അവകാശ ദിനമായി ആചരിച്ചത് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. കവളപ്പാറ ഐക്കോൺസിനെ തകർച്ചയിൽ നിന്നു കരകയറ്റാൻ സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്ന് BJP. സ്ഥാപനത്തിൽ ശമ്പള പരിഷ്കരണം അനിവാര്യം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥാപനം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയാരോപിച്ച് ഒരു വിഭാഗം കർഷകർ ചിങ്ങം 1 കരിദിനം ആചരിക്കും. കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് പിന്തുണയുമായി ദേശീയ കർഷക സംരക്ഷണ സമിതി. നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുമേൽ പഴിചാരി കേരള സർക്കാർ കർഷകരെ കബളിപ്പിക്കുകയാണെന്ന് സമിതി നേതാക്കൾ. കുരുക്കഴിയാതെ വാണിയംകുളം. ചന്തദിനമായ വ്യാഴാഴ്ച വാണിയംകുളം ടൗണിൽ രാവിലെ അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. കുരുക്കഴിക്കാൻ പോലീസിന്റെ പെടാപ്പാട്. നഗരത്തിൽ റോഡ് വികസനം പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അനിവാര്യമെന്ന് നിരീക്ഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.